ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെയുള്ള വിവാഷിന്റെ ബോട്ടിൽസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഏഞ്ചലിനെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പൊ നമുക്കൊരു ഏഞ്ചൽ തന്നെ ആയി കളയാന്ന് വിചാരിച്ചു. ഇതേപോലെയുള്ള മോൾഡിറ്റിന്റെ ഒരു പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു 1.5 പാക്കറ്റ് മോൾഡിറ്റ് ആവശ്യമായിട്ട് വരും. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ മോൾഡിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഹാഫ് പോർഷൻ മാത്രം എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇതിന്റെ തലയുടെ ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു നെക്ക് പോർഷനും ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ചെയ്തിട്ട് അതും വെച്ചു കൊടുത്തു. ഇനി ഹെയർ ആണ് വെക്കുന്നത്. ഹെയർ വെക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു പീസ് എടുത്ത് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുക. എന്ത് ഷേപ്പിൽ വെക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഫേസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഷേപ്പ് ചെയ്യാം. റൗണ്ട് ഷേപ്പോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡ്രസ്സിന്റെ കൈയാണ് വെക്കുന്നത്. ഒരു ഭാഗം വെച്ചു. നമ്മളിപ്പോൾ ഒരു ലൂസായിട്ടുള്ള ഒരു ഡ്രസ്സിന്റെ കൈ ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്കതൊന്ന് പരത്തി കൊടുക്കാം. രണ്ട് കൈയും ഇതേപോലെ സെൻട്രൽ പോർഷനിലേക്ക് പിടിക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. ഇനി കൈപ്പത്തിയാണ് വെച്ചു കൊടുക്കുന്നത്. രണ്ട് കൈക്കും ഇതേപോലെ കൈപ്പത്തി വെച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു കൈയുടെ മേതെ മറ്റൊരു കൈ കയറ്റി വയ്ക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ വെച്ചു കൊടുക്കുന്നത്. ഇതേപോലെ നമ്മൾ രണ്ട് കൈപ്പത്തിയും വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ വിങ്സ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും നമ്മൾ ഇതിൻ്റെ വിങ്സ് വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ പിറകുവശമാണ് നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. കാരണം പിറകുവശത്തേക്ക് നമ്മൾ ഹെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു ഭാഗത്തേക്കുള്ള ഹെയർ കൂടെ നമുക്ക് ചെയ്യാം. ചെറിയൊരു കഷ്ണം കൂടെ നമ്മൾ ക്ലേ എടുത്തു. അത് നമുക്ക് ഈ വിങ്സിൻ്റെ മുകളിൽ ഒന്നുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വിങ്സ് നമ്മൾ ഓൾറെഡി ചെയ്തു. അതിനുശേഷം ഒന്നുകൂടെ നമുക്ക് ഇതേപോലെ ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഒട്ടാൻ പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗമ്മാക്കിയതിന് ശേഷം അത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിന്റെ പിറകുവശം കൂടെ നമുക്കൊന്ന് റെഡി ആക്കി കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ വെച്ച സമയത്ത് അത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഷാർപ്പായിട്ട് എന്തെങ്കിലും കത്തിയോ അല്ലെങ്കിൽ നെയിൽ കട്ടറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഇതേപോലെ ആ ഒരു ഫെദർ പോലെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അങ്ങനെ കട്ടിട്ട് കൊടുത്താൽ മതി. ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യണം. ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഷേപ്പ് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വെച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് വേണമെങ്കിൽ മുമ്പ് തന്നെ ആ ഫെദർ ചെയ്ത സമയത്തും ഇതേപോലെ എന്തെങ്കിലും ലൈൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ അത് സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഹെയറിന്റെ പോർഷൻ ഒന്ന് ചെയ്തെടുക്കണം. പിറകിലേക്കുള്ള ഹെയർ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ആ ഒരു ഭാഗം ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുത്താൽ മതി. ഹെയറിലും അതേപോലെ തന്നെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ലൈൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. മുടി ഓരോ മുടിയിഴ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന വിധത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈൻസ് ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുന്ന സമയത്ത് ഷെയ്ഡ് ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് എടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒരു കുഞ്ഞ് സ്റ്റാർ നമുക്ക് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. അത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇപ്പം ഞാനിത് പെയിന്റ് ചെയ്തതാണ്. ഫേസിനൊക്കെ നമുക്ക് ഒരു സ്കിൻ കളർ കൊടുത്തു. ഹെയറിന് ഒരു ബ്രൗൺ കളറുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു വിധത്തിലാണ് നമ്മൾ പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഇനി തലയിലേക്ക് ഇതേപോലെ ഒരു ക്രൗൺ വെച്ചിട്ടുണ്ട്. ആ ക്രൗൺ നമ്മൾ ഉണ്ടാക്കിയത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ്. ജസ്റ്റ് ഒരു റൗണ്ട് ഉണ്ടാക്കി അതിനുശേഷം നമ്മൾ റോസ് ഫ്ലവർ പോലെ ഇതിങ്ങനെ വട്ടം ചുറ്റി വെച്ച് കൊടുത്തു. അത്രയേ ഉള്ളൂ. വേറെ വലിയതായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനി ഗ്രീൻ കളർ നമ്മൾ ഡ്രസ്സിന് മുഴുവനും ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നമുക്ക് ഇഷ്ടമുള്ള എന്ത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ക്രീം കളർ പോലത്തെയോ അല്ലെങ്കിൽ പിങ്കോ അങ്ങനെ എന്ത് കളർ വേണമെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി സെലക്ട് ചെയ്യാം. കംപ്ലീറ്റ് ഇപ്പം ഞാൻ ഈ ഒരു ഗ്രീൻ കളർ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മളിത് കംപ്ലീറ്റ് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഡ്രസ്സിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട്. ഇനി ഞാനിതിൽ ചെറിയ കല്ലുകളുള്ള ലേസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെയുള്ള ലേസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 3-4 ലെയർ ഉള്ളതാണ്, പക്ഷെ നമുക്ക് അത്രയും വേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഒറ്റ ലെയർ ആയിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഈ കൈയിൻ്റെ എൻഡ് പോർഷനിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. 2 കൈയുടെയും താഴെ ഭാഗം ഇതേപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിനു ശേഷം ഇതേപോലെ അങ്ങ് ഒട്ടിക്കാം. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ താഴെ ഭാഗത്തൂടെ ഒട്ടിക്കുന്നുണ്ട്. അതേപോലെ നെക്ക് പോർഷനിലും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത്രയും ഭാഗത്താണ് നമ്മളിപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വിങ്സ് ഒന്ന് പെയിൻറ് ചെയ്തിട്ട് എടുക്കണം. വിങ്സിന് നമ്മൾ ഒരു സിൽവർ കളറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഗോൾഡൻ കളർ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് കളർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ക്രിസ്മസിന് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളൊരു ഏഞ്ചലിനെ യൂസ് ചെയ്യാമല്ലോ. എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതേപോലെയുള്ള നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.